بسم الله الرحمن الرحيم. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرة روح وثنا شيخنا الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഉപ്പാപ്പയെ പറ്റി ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ആഴ്ചയും ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിലൊക്കെ ഉപ്പാപ്പയെ പറ്റി തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്ര നമ്മുടെ ആയുസിന്റെ അവസാന ശ്വാസം വരെ പറഞ്ഞാലും ആ ബഹറിൽ നിന്ന് ഒരു തുള്ളി പോലും ആവുകയില്ല. ഈ കാണുന്ന കിതാബ് ഖിലാദത്തുൽ ജവാഹിർ, ഖിലാദത്തുൽ ജവാഹിർ ഫീ ദിക്രിൽ ഗൗസ് ദിഫാഇ വഅത്ബാഇഹി അകാബിർ. മഹാനായ റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബാണ്. ഇതിന്റെ മുസന്നിഫ് ഷെയ്ഖ് അൽ ആലിം അൽ അല്ലാമ സയ്യിദ് അബുൽ ഹുദ മുഹമ്മദ് ബിൻ ഹസൻ അദ്ദിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ്. ഈ കിതാബിൽ മഹാനവറുകളെ കുറിച്ച് അഥവാ റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ മാലയിൽ കേട്ടതും ചരിത്രങ്ങളിൽ കേൾക്കുന്നതും അല്ലാത്തതുമായ സംഭവങ്ങൾ അധികവും ഉദ്ധരിക്കുന്നത് ഈ കിതാബിൽ വെച്ചാണ്. ഈ കിതാബിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ മഹാനവറുടെ പൂർണ്ണ നാമം أحمد محي الدين أبو العباس المعروف بالسيد الكبير أبي العلمين الدفاعي الواسطي البطايحي رضي الله عنه. എന്നാണ് മഹാനവറുടെ പൂർണ്ണ നാമം. ദിഫാഇ എന്ന് പറയുന്നത് വരിഫാഅ ഹാദാ ജദ്ദുഹു അസ്സാബിഅ വസ്മുഹുൽ ഹസൻ. മഹാനായ റിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഏഴാമത്തെ വല്ലിപ്പ ഹസൻ എന്നായിരുന്നു അവരുടെ പേര് റളിയല്ലാഹു അൻഹു. ഹസൻ എന്നവരുടെ പേരാണ് റിഫാഅ. വഇന്നമ ലഖബുഹു റിഫാഅ. മഹാനവറുകളെ വിളിക്കുന്ന പേരാണ് റിഫാഅ. ആ ഏഴാമത്തെ വല്ലിപ്പയിലേക്ക് ചേർത്തിയിട്ടാണ് റിഫാഇ എന്ന പേര് മഹാനവറുകൾക്ക് വന്നത്. റിഫാഇ ശൈഖ് എന്ന് പറയുന്ന ആ പേര് വരാനുള്ള കാരണമാണ് ഏഴാമത്തെ വല്ലിപ്പയായ ഹസൻ റളിയല്ലാഹു അൻഹു. മഹാനവർ വലിയ ശൈഖാണ്. മഹാനവറുകളിലേക്ക് ചേർത്തിയിട്ടാണ് റിഫാഇ എന്ന് വിളിക്കുന്നത്. മഹാനവറുടെ കുടുംബം ശരിക്കും മക്കയിലായിരുന്നു. മക്കയിൽ നിന്ന് വല്ലിപ്പ അശൈഖ് യഹ്യ റളിയല്ലാഹു അൻഹു ഇറാഖിലെ ബസ്റയിലേക്ക് വരികയുണ്ടായി. അവരിൽ അവരുടെ ബാപ്പ അശൈഖ് അലി റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജനിക്കുകയുണ്ടായി. അവരിലാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ജനിക്കുന്നത്. മഹാനവറുകളുടെ ഉമ്മ ഫാത്തിമ അൻ-നജ്ജാരിയ റളിയല്ലാഹു അൻഹ. മഹദിയെ പറ്റി ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം.
റിഫായി ശൈഖ് തങ്ങൾ പാപ്പയെ പറ്റി നാം എല്ലാം കേട്ട വലിയൊരു ചരിത്രം നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷെ അതിന്റെ മുമ്പും പിമ്പും പൂർണ്ണമായി നമ്മൾ കേട്ടിട്ടില്ല. അതോടൊപ്പം ഈ കിതാബ് വെച്ച് ആധികാരികമായി നമുക്കത് പറയാനും കഴിയും. ഈ കിതാബിന്റെ 17ാമത്തെ പേജിലാണ് അക്കാര്യം വിശദീകരിക്കുന്നത്. وقد روى لنا الشيخ الجليل أبو حفص عمر الفاروقي رحمه الله മഹാനവറുകൾ പറയുകയാണ്, قال كنا في مجلس الشيخ الكبير السيد أحمد ابن أبي الحسن الرفاعي رضي الله عنه. ഞങ്ങളെല്ലാവരും റിഫായി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഹദറത്തിലായിരുന്നു. وحوله جماعة من فحول الأبطال وأكابر الرجال. റിഫായി ശൈഖ് തങ്ങൾ പാപ്പാന്റെ മജ്ലിസ്, ആ മജ്ലിസിൽ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോ അവിടെ വലിയ വലിയ മശായിഖന്മാര് കൂടെ, വലിയ വലിയ മശായിഖന്മാർ ആ ഹദറത്തിൽ ഉണ്ട്. വഹും അവർ يتحادثون في حضرة الشيخ بعلوم غريبة وأسرار عجيبة. റിഫായി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഹദറത്തിൽ വെച്ച് വലിയ വലിയ അറിവുകൾ പരസ്പരം സംസാരിക്കുകയാണ്, വലിയ മാരിഫത്തിന്റെ ജ്ഞാനങ്ങൾ സംസാരിക്കുന്നു. വഹുവ ജാലിസും ബൈനഹും യറുദ്ദു ജവാബഹും. റിഫായി ശൈഖ് തങ്ങൾ അവർക്കിടയിൽ ഇരിക്കുന്നു, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. ഫബൈനമാഹും കദാലിക്. അങ്ങനെ ശൈഖ് തങ്ങൾ പാപ്പയും മുരീദുമാരും ഇരിക്കുമ്പോ إذ قام الشيخ الكبير السيد أحمد رضي الله عنه على قدميه كاشفا رأسه. ആ വലിയ മജ്ലിസിൽ എല്ലാവരും ഇരിക്കുന്ന ആ സന്ദർഭത്തില് പെട്ടെന്ന് റിഫായി ശൈഖ് തങ്ങൾ പാപ്പ മജ്ലിസിൽ വെച്ച് എഴുന്നേൽക്കുകയാണ്. കാശിഫൻ റഅസഹു, തല തുറന്നിട്ടാണ് എഴുന്നേൽക്കുന്നത്. വഖാല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇത് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത്. ലഹറൽ ഹഖ് വബാന സിദ്ഖ്, സത്യം വെളിപ്പെട്ടു. ലഹറൽ ഹഖ്, സത്യം വെളിവായി. വബാന സിദ്ഖ്, ഏതാണ്ട് അത് അർത്ഥം. നൂദീതു മിനൽ ഹദ്റത്തിൽ അലിയ്യ. റിഫായി ശൈഖ് തങ്ങൾ പറയാണ്, നൂദീതു മിനൽ ഹദ്റത്തിൽ അലിയ്യ, എനിക്ക് ഉന്നതമായ ഹദ്റത്തിൽ നിന്ന് വിളി വന്നു. അയ്യാ അഹ്മദ്, ഓ റിഫായി ശൈഖ് തങ്ങളെ, നിങ്ങൾ എഴുന്നേൽക്കുക. വസുർ ബൈത്തല്ലാഹിൽ ഹറാം, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബ ശരീഫ് സിയാറത്ത് ചെയ്യുക. വസുർ അന്നബിയ്യ അലൈഹിസ്സലാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയെ നിങ്ങൾ സിയാറത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഓർഡർ വരികയാണ്. അതും ആ മജ്ലിസിൽ വെച്ചാണ്. ഈ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്ക് വരെ കേട്ടാൽ ഇതിന്റെ പൂർണ്ണ ചിത്രം കിട്ടുന്നു. ഔദ്യോഗികമായ റിഫായി ശൈഖ് തങ്ങൾ പാപ്പ ആരാണെന്ന് ലോകത്തിന് അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുന്ന രംഗാണ്. فإن هناك دعوة من الرسول صلى الله عليه وسلم يوصلها إليك. ഇവിടെ അള്ളാഹുവിന്റെ വിളി വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ വിളി വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ فقال كل من في المجلس سمعا وطاعة. അപ്പോൾ ആ മജ്ലിസിലുള്ള എല്ലാവരും പറഞ്ഞു, സമഅൻ വതാഅ, ഞങ്ങൾ അനുസരിക്കാം. അതെ, നമുക്ക് എല്ലാവർക്കും മദീനയിലേക്ക് പുറപ്പെടാം. റിഫായി ശൈഖ് തങ്ങളും പാപ്പ യാത്രക്ക് തയ്യാറായി. ധാരാളം ആളുകളും 10,000 മുരീദുമാരുമുണ്ട് കൂടെ. അവരെല്ലാവരും മക്കയും മദീനയും ലക്ഷ്യം വെച്ച് നടന്നു. അങ്ങനെ ആദ്യം മക്കത്ത് പോയി, പിന്നീട് മദീനയിലേക്ക് പോയി. فلما وصلوا المدينة مدينة النبي صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധമായ മദീനയിലെത്തിയപ്പോൾ വഖഫ, റിഫായി ശൈഖ് തങ്ങൾ പാപ്പ നിന്നു.
تجاه حجرة النبي عليه الصلاة والسلام. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ വിശുദ്ധമായ റൗദാ ശരീഫിന് മുന്നിൽ നിന്നു വാൻഷദായി നിന്നു അവിടുന്ന് പാടി في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه دولة الأشباح قد حضرت فامدد يديك لكي تحظى بها شفتي. മദീനയിലെ റൗദാ ശരീഫിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് റിഫായി ശൈഖ് തങ്ങൾ പാപ്പ പാടുന്നത്. എന്താണ് ആശിഖും മാശൂഖും തമ്മിലുള്ള സംഭാഷണം? ഈ ഹാലത്തിൽ ബുഅദി, അല്ലാഹുവിന്റെ റസൂലേ, ദൂരത്താകുന്ന സമയത്ത്, ഞാൻ അങ്ങ് റിഫായിലാകുന്ന സമയത്ത്, ഉമ്മ അബീദയിലാകുന്ന സമയത്ത്, റൂഹി കുന്തു ഉർസിലുഹാ, എന്റെ റൂഹിനെ ഞാൻ അയക്കുമായിരുന്നു. എല്ലാ ദിവസവും നേരം വെളുത്താൽ റിഫായി ശൈഖ് തങ്ങൾ പാപ്പ ആദ്യം ചെയ്യാവുന്ന റൂഹിനെ മദീനയിലെ റൗദാ ശരീഫിലേക്ക് അയക്കുകയായിരുന്നു. എല്ലാ ദിവസവും എന്റെ റൂഹ് വന്നുകൊണ്ട് ഈ വിശുദ്ധമായ മണ്ണ്, ഈ വിശുദ്ധമായ ഭൂമി ചുംബിക്കുന്നതാണ്. വഹിയ നായിബത്തി, ആ റൂഹ് എന്റെ പകരം വന്നതായിരിക്കും. എന്നിട്ട് പറയാണ് വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹളറത്. അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ശരീരത്തിന്റെ അവസരം വന്നിരിക്കുന്നു. ഞാൻ എന്റെ ശരീരവുമായി വന്നിരിക്കുന്നു അങ്ങയുടെ തിരുഹളറത്തിൽ. ഫംദുദിയദൈക, അങ്ങയുടെ വിശുദ്ധമായ രണ്ട് കരങ്ങളും നീട്ടിത്തരണേ യാ റസൂലല്ലാഹ്. ലികൈ തുഹ്ദാ ബിഹാ ശഫതി, അങ്ങയുടെ ഇരു കരങ്ങളും ചുംബിച്ചുകൊണ്ട് എനിക്ക് പുണ്യം നേടാമല്ലോ അല്ലാഹുവിന്റെ റസൂലേ എന്നീ ബൈത്തിലൂടെ ആണ് റിഫായി ശൈഖ് പറഞ്ഞത്. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തങ്ങൾ പാപ്പ സല്ലല്ലാഹു ചൊല്ലിയത് ബൈത്താണല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അസ്സലാമു അലൈക യാ ജദ്ദാ, അസ്സലാമു അലൈക യാ ജദ്ദാ, ഓ വല്ലിപ്പ അങ്ങേക്ക് സലാം. فقال له من داخل الحجرة, അപ്പോൾ വിശുദ്ധമായ ഹുജ്റത്തു ശരീഫ അഥവാ റൗദാ ശരീഫിന്റെ ഉള്ളിൽ വെച്ച് മറുപടി ലഭിക്കുകയാണ്. വഅലൈക്കസ്സലാം യാ വലദീ, എന്റെ മോനെ അങ്ങേക്ക് സലാം. പിന്നീട് കേൾക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ വിശുദ്ധമായ ആ റൗദാ ഷരീഫിൽ നിന്ന്, ആ ഖബർ ഷരീഫിൽ നിന്ന് അതിനൊരു വിള്ളൽ വരികയാണ്. അത് വിണ്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ ശറഫാക്കപ്പെട്ട കൈ നീട്ടിക്കൊടുത്തു. തങ്ങൾ പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ ശറഫാക്കപ്പെട്ട കൈ ചുംബിച്ചു. സമ്പൂർണമായ ബൈഅത്ത് അവിടെ നടന്നു. ഒരു കറുത്ത വസ്ത്രം, ഖിർഖയായിരിക്കാം, അല്ലാഹു അഅലം, നമുക്കതിന്റെ കുറുവെന്ന് അറിയില്ല. വിശുദ്ധമായ വസ്ത്രം ധരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതുപോലെ മിമ്പറിൽ കയറാനും ജനങ്ങളോട് വഅദ് പറയാനും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ കൈനീട്ടി കൊടുത്തു, അവിടത്തേക്ക് ഖിർഖ ധരിപ്പിച്ചു, അവിടത്തോട് മിമ്പറിൽ കയറി ജനങ്ങളോട് വഅദ് പറയാൻ പറഞ്ഞു. വഖാല ലഹു സാനിയൻ, രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിഫായി ശൈഖ് തങ്ങളോട് പറഞ്ഞു, ലഖദ് നഫഅല്ലാഹു ബിക അഹ്ലസ് സമാഇ വഅഹ്ലൽ അർള്.
ലഖദ് നഫഅല്ലാഹു ബിക്, ഓ എന്റെ മോനെ, നിങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അഹ്ലസ്സമാഇ വഅഹ്ലൽ അർള്, ആകാശനിവാസികൾക്കും ഭൂനിവാസികൾക്കും, ഭൂമിയിലുള്ള ആളുകൾക്ക് മാത്രമല്ല ആകാശത്തിലുള്ളവർക്ക് പോലും എല്ലാവർക്കും നിങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കുന്നു. വഹാദിഹിൽ ബൈഅതു മുത്തസിലതും ബിക വബിദുർരിയതിക ഇലാ യൗമിൽ ഖിയാമ, ഈ ബൈഅത്ത് നിങ്ങളോടും നിങ്ങളുടെ കുടുംബം അഥവാ നിങ്ങളുടെ മുരീദന്മാരോടും ബന്ധപ്പെട്ടതാണ്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള നിങ്ങളുടെ മുരീദന്മാരോടെല്ലാം ഈ ബൈഅത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡയറക്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ യഖ്ലത്തിൽ ഉണർച്ചയിലാണ് ഇത് പറയുന്നത്. എന്നാൽ കുറച്ചാളുകളൊന്നുമല്ല അവിടെ ഹാദിറുള്ളത്. നോക്കണേ, വൽ ഹാദിറൂന യശ്ഹദൂന ബിഅബ്സാരിഹിം, അവിടെ ഹാദിറുള്ളവർ അവരുടെ കണ്ണുകളെ കൊണ്ട് കാണുന്നത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. വയസ്മഊനഹു ബിഅസ്മാഇഹിം, അവരുടെ ചെവികളെ കൊണ്ട് ഇത് കേൾക്കുന്നു. അപ്പൊ ഇത് വലിയൊരു സംഭവമാണ്. ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത്. റളിയല്ലാഹു തആല അലൈഹിം അജ്മഈൻ. അല്ലാഹു അവർക്ക് തൃപ്തിപ്പെടട്ടെ. ഞങ്ങൾക്ക് കേൾക്കണം. വകാന മിമ്മൻ ഹളറ ഫീ തിൽക സന മിനൽ ഹജ്ജാജ്, ആ വർഷം ഹജ്ജിന് പങ്കെടുത്ത ആളുകൾ പെട്ടവരായിരുന്നു. വശാഹദ ദാലിക ബിഐനിഹി, അത് കണ്ണ് കൊണ്ട് കണ്ട ആളുകൾ പെട്ടവരായിരുന്നു. ആര്? മിൻ ഫഹൂലിർ റിജാൽ, വലിയ വലിയ ഖുതുബീങ്ങളും ഗൗസികളുമായിരുന്നു അവിടെ പങ്കെടുത്തത്. ഇതൊരു വലിയ സംഭവം. സ്വപ്നത്തിൽ കുറച്ച് ആളുകളെ കൊണ്ടുള്ള അങ്ങനെ സംഭവം അല്ലത് നടന്നത്. സയ്യിദി ഹയാത്ത് ഇബ്നു ഖൈസ് അൽ ജിറാനി വസയ്യിദി അലി ഇബ്നു ഖമീസ് വസയ്യിദി അദി ഇബ്നു മുസാഫിർ അശ്ശാമി വസയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ ഹളറത്തിൽ, ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ നേതൃത്വത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിൽ വെച്ച് നടന്ന സംഭവമാണ്. അതെ, ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പി ദിഫാഇ ചെയ്ത തങ്ങൾ ഉപ്പാപ്പി ഒരേ കാലക്കാരാണ്, നമുക്കറിയാം, ഒരേ കാലക്കാരാണ്. അപ്പൊ ദിഫാഇ ചെയ്ത തങ്ങൾ ഉപ്പാപ്പാക്ക് ഇത്രയും വലിയ സ്ഥാനം നൽകിയാൽ അലങ്കരിക്കാണ്, അനുഗ്രഹിക്കാണ് അള്ളാന്റെ റസൂൽ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ നേതൃത്വത്തിലാണ്. وسيدي عقيل وسيدي أحمد الزعفراني وسيدي عدية وغيرهم قدس الله أسرارهم. നിങ്ങൾക്ക് കേൾക്കണോ? وكان بقية من حضر من الناس 90,000. 90,000 ആളുകൾ അവിടെ ഹാജരായിരുന്നു. 90,000 ആളുകളുടെ സാന്നിധ്യത്തിലാണ്. അവരവരുടെ ചെവി കൊണ്ട് കേൾക്കുന്നു, അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ രംഗം. ദിഫാഇ ചെയ്ത തങ്ങൾ ഉപ്പാപ്പാക്ക് അല്ലാഹുവിന്റെ റസൂൽ എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ഈ രംഗത്തിന് സാക്ഷികളായി 90,000 ആളുകൾ ഉണ്ടായിരുന്നു. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയുടെയും നേതൃത്വത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. ദിഫാഇ ചെയ്ത തങ്ങൾ ഉപ്പാപ്പാക്ക് കൈനീട്ടി കൊടുക്കുക എന്നുള്ളത് സ്വപ്നത്തിലോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ കൊണ്ടുള്ള ഒരു കേൾവി സംഭവം അല്ല. 90,000 ആലോചിച്ചു, 90,000 ആളെന്ന് പറഞ്ഞാരാണ്? അത് തന്നെ ആര്? വലിയ വലിയ രാജാക്കന്മാര്, ദൗസീങ്ങൾ, ഷേഖീങ്ങൾ, ഖുതുബീങ്ങൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ഇവരുടെയൊക്കെ ഹളറത്തിലാണ് സംഭവം. അങ്ങനത്തെ ദിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ മഹാനവറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടുത്തെ വല്ലിപ്പയായ യഹ്യ അഷീഖ് അബൂ സഈദ് യഹ്യ അൻ-നജ്ജാരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വീട്ടിലാണ് ജനിക്കുന്നത്. മഹാനവറുകളുടെ ഉമ്മ
വലിയ മഹദിയായിരുന്നു. ഉമ്മയുടെ സഹോദരി അഷേഖ് അബൂ മൻസൂർ വലിയ ഷേഖായിരുന്നു. റിഫായ് ഷേഖ് തങ്ങൾ പാപ്പാക്ക് ഖിർഖ കൈമാറിയത് മഹാനവറുകളാണ്. ഉമ്മുഹു റളിയല്ലാഹു അൻഹ ഫാത്തിമത്തുൽ അൻസ്വാരിയ നജ്ജാരിയ കാനത് അലാ ഖദമിൻ അളീമിൻ മിന സുഹദി. സുഹദ്, ഇബാദത്ത്, സലാഹ്, തഖ്വ, സബ്ർ, ഇതെല്ലാം അതായത് എല്ലാ തസവ്വുഫിന്റെ എല്ലാ നന്മകളും 100ൽ 100 മേളിച്ച മഹദിയായിരുന്നു മഹാനായ റിഫാഹി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഉമ്മ. ആ ഉമ്മയും മോനും 6-ാം മാസത്തിലെ സംഭാഷണവും ജനനത്തിന് മുമ്പുള്ള സംഭാഷണവും രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കും. അവിടുത്തെ സഹോദരൻ, അതായത് അഷേഖ് മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയെ കുറിച്ച് പറഞ്ഞത്, ഇന്നഹാ മിൻ അഫ്ളലി നിസാഇ വഖ്തിഹാ വമിൻ അഅബദി നിസാഇ അസ്രിഹാ വഅക്മലിഹിന്ന വഅളമിഹിന്ന ഹാലൻ വഅത്ഹരിഹിന്ന അഖ്ലാഖ. അതായത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ മഹദിയായിരുന്നു തന്റെ സഹോദരിയായ റിഫായി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ. وكانت أمه تدخل وهي حامل به على شيخه الشيخ أبي محمد رضي الله عنه. ഉമ്മ മഹാനവറുകളെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ വലിയൊരു ഷേഖിന്റെ അടുത്ത് പോകുമായിരുന്നു. മഹാനവരുടെ പേര് അഷേഖ് അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്നായിരുന്നു. വകാന ബൈനഹു വബൈനഹാ നസബ്. കുടുംബത്തിലെ തന്നെ ഒരു കാര്യപ്പെട്ട ഷേഖായിരുന്നു. എന്നല്ല, റിഫായ് ചെയ്തുകൊണ്ട് ഉമ്മാന്റെ കുടുംബവും ബാപ്പാന്റെ കുടുംബവും ഷേഖന്മാരുടെയും കുത്തുബീങ്ങളുടെയൊക്കെ വലിയ വലിയ തറവാട്ടിലെ ആളുകളായിരുന്നു. ആരെയാണ് മുന്തിക്കേണ്ടത്, ആരെയാണ് ചിന്തിക്കേണ്ടതെന്ന് അറിയാത്ത ആ രീതിയിലുള്ള കുടുംബമായിരുന്നു. അപ്പോ മഹദി അഷേഖ് അബൂ മുഹമ്മദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഈ ഗർഭിണിയായിരുന്ന സമയത്ത് ഇടക്കിടക്ക് പോകും. ഉമ്മ കടന്നു വരുമ്പോ, റിഫായ് ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഉമ്മ മഹാന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോ ആ മഹാൻ എഴുന്നേറ്റ് നിൽക്കും. ഇതിങ്ങനെ ആവർത്തിച്ചു. എപ്പോ ചെല്ലുമ്പോഴും മഹദിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. അതായത് ഇത് കാര്യപ്പെട്ട വലിയ ഷെയ്ഖാണ്. ഈ ഷെയ്ഖ് ഒരു സ്ത്രീയെ കാണുമ്പോൾ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? അതാണ് വസുഇലാൻ. മഹാനവരോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ സ്ത്രീയെ, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണല്ലോ, നിങ്ങൾ കാര്യപ്പെട്ട ഷെയ്ഖല്ലേ, നിങ്ങൾ എന്തിനാ ഇവരെ കാണുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ഗർഭസ്ഥ ശിശുവിനെ ബഹുമാനിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഗർഭസ്ഥ ശിശുവിനെ ബഹുമാനിച്ചാണ്. അല്ലദീ ഫീ ബത്നിഹാ, അവരുടെ വയറ്റിലുള്ള കുട്ടിയെ ബഹുമാനിച്ചിട്ടാണ്. ഫഇന്നഹു അഹദുൽ മുഖറബീന ഇലല്ലാഹി അസ്സ വജൽ വഹുവ മിൻ അസ്ഹാബിൽ മഖാമാത്ത് വലഹു ശഅനുൻ അളീം വലഹു കലാമുൻ ജലീൽ. വലിയ സ്ഥാനത്തെത്തുന്ന ഒരു കുട്ടിയാണ് ഈ ഉമ്മയുടെ വയറ്റിലുള്ളത്. ഇവരുടെ വയറ്റിലുള്ളത്. ആ കുട്ടിയെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് മഹാനവറുകൾ പറയുകയാണ്. റിഫായ് ശൈഖ് തങ്ങൾ പാപ്പാക്ക് ഖിർഖ കൈമാറിയ ഷേഖ് ഈ ഉമ്മയുടെ സഹോദരനായ അഷേഖ് മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ മനസ്സിലാക്കാൻ അവരുടെ ഒരു കറാമത്ത് നമുക്ക് പറയാം. ഈ കിതാബിന്റെ 29ാമത്തെ പേജ്. നമ്മൾ ഈ പറയുന്നതൊക്കെ ഖിലാദത്തുൽ ജവാഹിർ എന്ന കിതാബിൽ നിന്നാണ് പറയുന്നത്. كان الشيخ منصور البطاحي رضي الله عنه من أكابر المشايخ نافذ التصرف مجاب الدعوة ظاهر الكرامات. പ്രകടമായ കറാമത്ത് വെളിവാകും. ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും. അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ നടക്കും. അത്രയും വലിയൊരു മഹാനായിരുന്നു. മറയോമൻ ബിൽ ബത്തീഹ ബി അസദിൻ, ഒരിക്കൽ ബത്തായഹി അവരുടെ നാട്ടില്, റിഫായ് ശൈഖ് തങ്ങൾ പാപ്പയുടെ നാട്ടില് അദ്ദേഹം നടന്നു പോവുകയായിരുന്നു. അപ്പൊ അതാ ബി അസദിൻ, അവിടെ ഒരു സിംഹമുണ്ട്. ഒരു മനുഷ്യനെ ആ സിംഹം പിടിച്ചിട്ടുണ്ട്. ഒരു സിംഹം പിടിച്ചത് ഒരു മനുഷ്യനെ. ആ മനുഷ്യനെ കടിച്ച് 2 പീസാക്കി, 2 കഷ്ണമാക്കി. ഒരു മനുഷ്യനെ തിന്ന് മനുഷ്യനെ കടിച്ച് 2 പീസാക്കിയിരുന്നു, 2 കഷ്ണമാക്കി. അതായത് റിഫായ് ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഷെയ്ഖാണ്
ഉമ്മയുടെ സഹോദരനാണ്. ഫജാ മഹാനവറുകള് വന്നു ഇലൽ അസദി, ഈ സിംഹത്തിന്റെ അടുത്ത് വന്നിട്ട്, വാംസക ബിനാസിയതിഹി, അതിന്റെ ബുർദാവിൽ പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, അലം അഖുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ലാ തതഅറദു ലിജീറാനിന, നമ്മുടെ അയൽവാസികളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അതായത് അവരുടെ ഹാദിമാണ്, ഒരു ഹാദിമാണ് ഈ സിംഹം. അപ്പൊ നമ്മളെ അടുത്ത് വരുന്ന ആളുകളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു. അതല്ല ലഹുൽ അസദു, ആ സിംഹം മഹാനവറുകൾക്ക് അനുസരിച്ചു. ഫഖാല ശൈഖു ലഹു, ആ സിംഹത്തോട് ശൈഖ് പറഞ്ഞു, മുത്ത് ബിഇദ്നില്ലാഹി തആല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി നീ മയ്യിത്തായി. അദ്ദേഹത്തിന്റെ ജലാലിയത്തും അദ്ദേഹത്തിന്റെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം പറഞ്ഞു. മുത്ത് ബിഇദ്നില്ലാഹി തആല ഫവഖഅ അൽ-അസദു മയ്യിത്ത, സ്പോട്ടിൽ സിംഹത്തിന്റെ ജീവൻ മയ്യിത്ത്. വാഖദ ശൈഖു മൻ ഫസല മിൻ അൽദി റജലി വവളഅഹു മകാന, ആ മനുഷ്യനെ ആകെ തിന്ന് പീസാക്കിയിരുന്നല്ലോ, ആ മനുഷ്യനെ മനുഷ്യക്കോലത്തിലാക്കിയിട്ട് ശൈഖുൽ ബത്താഹി എന്നവർ വെച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ ഹയ്യ യാ ഖയ്യൂം യാ ദുൽ ജലാലി വൽ ഇക്റാം ഇജ്ബിർ അൽമഹു അൽ കസീർ, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ പൊട്ടിപ്പോയ ഈ എല്ലുകളെ റെഡിയാക്കണേ എന്ന് പറഞ്ഞു. ഫസഹ അൽമഹു വഖാമ കഅൻ ലം യകുൻ ബിഹി ഷൈ, ആ മനുഷ്യന് ജീവൻ പോയ, ഇവിടെ ജീവനുള്ള സിംഹത്തിന് മയ്യിത്താക്കി, മയ്യിത്തായ മനുഷ്യനെ ഹയാത്താക്കി. റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പയുടെ ഉമ്മയുടെ സഹോദരനും പിന്നീട് റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പയുടെ ശേഖമായ അഷേഖ് മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹു വസറഹ ജലദൽ അസദി ബിയദിഹി, ആ ഹയാത്തായി വന്ന മനുഷ്യൻ ആ മയ്യിത്തായി കിടക്കുന്ന സിംഹത്തിന്റെ തൊലി ഇടിയുകയും ചെയ്തു. അതാണ് മഹാമാരി, മുഖത്തുള്ളവരെ ഹയാത്താക്കും, ഹയാത്തുള്ളവരെ മൗത്താക്കും. അപ്പൊ അത്രയും പവറുള്ള ഷെയ്ഖാണ് ആര്? റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പാന്റെ ഷെയ്ഖ്, എന്റെ സഹോദരി, എന്റെ ഉമ്മാന്റെ ആങ്ങളയുമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച പറയാം. അപ്പൊ റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പെന്ന് പറയുന്നത് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ അക്കാലത്ത് ജീവിച്ച, നമുക്കൊന്നും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഗൗസുൽ ആലം ഉപ്പാപ്പ ബഗ്ദാദിന്റെ ഹൃദയത്തിലാണ്. ബഗ്ദാദ് ഏറ്റവും വലിയ നഗര ഹൃദയത്തിൽ. റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പ ജീവിച്ചതോ ഈ ബത്താഹ് ഉമ്മാബീദ എന്ന് പറയുന്ന ഗ്രാമം. ഇന്നും അവിടെ ഗ്രാമം, അവിടെ ബഗ്ദാദിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരാണ് എന്റെ അറിവിൽ, നമ്മൾ കേട്ട് പഠിച്ച പ്രകാരം ഉമ്മാബീദയിലേക്ക്. ഇന്നും അവിടെ ഒരു ഗ്രാമം ബഹാമുണ്ട്, ചുറ്റുഭാഗത്തും ഇപ്പോൾ കുറച്ച് വീടുകളുണ്ട്. പോകുന്ന റോഡ് മുഴുവൻ ഒഴിഞ്ഞു കളയും. അപ്പൊ അന്നെങ്ങനെയായിരുന്നു? റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പ ഗ്രാമത്തില്, ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ നഗരത്തിൽ. അല്ലാഹുവിന്റെ ഒരു ഹിക്മത്ത്. ആ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പന്റെ നേതൃത്വത്തിൽ റൗള ഷരീഫിൽ വെച്ച് 90,000 ഔലിയായിന്റെയും മശായിഖിന്റെയും ഖുത്ബീങ്ങളുടെയും ഗൗസിങ്ങളുടെയും സാന്നിധ്യത്തിൽ അവരെല്ലാം കണ്ടുകൊണ്ട്, അവരെല്ലാം കേട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇരു കൈയും പിടിച്ച് എല്ലാം റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പ സ്വീകരിച്ചു. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പന്റെ മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.